തിരുവനന്തപുരം തിരുവല്ലത്ത് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയ വണ്ടിത്തരം സ്വദേശി ഷഹന ഷാജി ഭർത്താവ് നൌഫലിന്റെ വീട്ടിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് കടുത്ത പീഡനമെന്നും മാതാവ്. ക്രൂരമായ മാനസിക ശാരീരിക പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്നും അവർ ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ഭർത്തൃമാതാവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഇതിന് ഭർത്തൃപിതാവ് ഒത്താശ ചെയ്തു നൽകിയിരുന്നു. അടുത്തിടെയും ക്രൂരമായ ശാരീരിക പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. തലയിലടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. പീഡനം സഹിക്കാനാകാതെ മകൾ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഫോൺ തട്ടിപ്പറിച്ച ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് നൌഫൽ ഞങ്ങളെ വിളിച്ച് ഉടൻ ആശുപത്രിയിലെത്തണമെന്ന് പറഞ്ഞു. ആശുപത്രിയിലെത്തിയപ്പോൾ ക്രൂരമായ പീഡനത്തിനിരയായതുപോലെയായിരുന്നു മകളുടെ അവസ്ഥ. മുഖത്തും ചുണ്ടിലും വലിയ മുറിവുകളുണ്ടായിരുന്നു. കൈയും തുടയും കടിച്ചു മുറിച്ച നിലയിലായിരുന്നു. ഷഹനയുടെ മാതാവ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പരാതി നൽകാൻ തീരുമാനിച്ചപ്പോൾ പുറം ലോകം അറിഞ്ഞാൽ താൻ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് നൌഫൽ പറഞ്ഞതായി മാതാവ് വെളിപ്പെടുത്തി. കോവിഡ് സമയത്തായിരുന്നു ഷഹനയുടെയും നൌഫലിന്റെയും വിവാഹം നടന്നത്. സ്ത്രീധനം വേണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ് 6 മാസം പിന്നിട്ടപ്പോൾ തന്നെ ഭർത്തൃവീട്ടുകാർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങിയതായി മാതാവ് ആരോപിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഷഹനയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഷഹന സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്നലെ ഭർത്തൃവീട്ടിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഭർത്താവ് നൌഫൽ ആവശ്യപ്പെട്ടു. എന്നാൽ പോകാൻ ഷഹന തയ്യാറായില്ല. തുടർന്ന് നൌഫൽ വീട്ടിലെത്തി 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബലമായി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെ ഷഹന മുറിൽ കയറി വാതിലടച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ തിരുവല്ലം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഷഹനയ്ക്ക് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ഷഹനയുടെ വീട്ടുകാർ ഉൾപ്പെടെ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. ഇതിനുശേഷമാകും നൌഫലിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്യുക. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.